ഒത്തിരി ദ്രോഹങ്ങൾ ഞാൻ ചെയ്തു. ക്ഷമിക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നറിയാം. ഹരിയുടെ അച്ഛന്റെ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ. പക്ഷേ ഒരു പണിക്കാരന്റെ മകനായിട്ടല്ല ഹരി എന്നെ കണ്ടിരുന്നത്. പുതിയൊരു പേന വാങ്ങിയാൽ, ഒരു ഉടുപ്പ് വാങ്ങിയാൽ അതുപോലൊരെണ്ണം എനിക്കും വാങ്ങിച്ചേരണമെന്ന് അവൻ അവന്റെ വീട്ടിൽ പറയുമായിരുന്നു. അവൻ പാവ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാൻ അവനൊക്കെ ഇല്ല. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാത്തിനും കാരണം ഞാനാ. ഹരിക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. അത് ചെയ്തില്ല. ഹോസ്റ്റലിൽ എന്തോ ഒരു കുഴപ്പമുണ്ടായിന്നല്ലാതെ ഹരിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നൊന്നും ഇവൾക്ക് അറിയില്ലായിരുന്നു. അറിയില്ലെന്നോ? ഹോസ്റ്റലിലെ കുഴപ്പത്തിന്റെ കാര്യം തന്നെ ഞാൻ രവിയേട്ടനോട് പറഞ്ഞിരുന്നില്ല. എല്ലാം നിങ്ങൾക്കറിയാം. പഴയ റാഗിങ്ങിന്റെ ദേഷ്യത്തിന് എന്നെങ്കിലും നിങ്ങൾ പ്രതികാരം ചെയ്യുമെന്നാണ് അവൻ കരുതിയിരുന്നത്. അതൊക്കെ കോളേജ് ലൈഫിലെ സാധാരണ സംഭവങ്ങളല്ലേ. അതിനൊക്കെ ആരെങ്കിലും റിവഞ്ച് ചെയ്യാൻ പുറപ്പെടൂ? മിസസ് രവി വിചാരിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നെന്റെ മനസ്സ് പറയും. എങ്ങനെ? അവൻ അങ്ങനെ ഒരു കുഞ്ഞില്ലെന്ന് അവന്റെ ഭാര്യ വീട്ടുകാരോട് പറഞ്ഞാൽ മതിയല്ലോ. കുഞ്ഞുണ്ടല്ലോ. അത് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ടെന്താ? ഹരി തന്നെ പറഞ്ഞതല്ലേ ആ കാര്യം. അത് ഞാൻ എങ്ങനെ നിഷേധിക്കും? ആ സ്ത്രീയും കുഞ്ഞും ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ആ സ്ഥിതിക്ക് എല്ലാം വെറും നുണയാണെന്ന് വിജിയുടെ വീട്ടുകാരെ എങ്ങനെങ്കിലും വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ? ഞാൻ വിശ്വസിപ്പിക്കാം. പക്ഷേ നാളെ എന്തെങ്കിലും ആ അമ്മയും കുഞ്ഞും ഹരിയെ കണ്ടുപിടിച്ച് ഇവിടെ വരില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റുമോ? മാർച്ച് മാസം 13-ാം തീയതി ഒന്നാം ഹർജിക്കാരിയായ പുതുപ്പണം ഭാർഗവൻ പിള്ളയുടെ മകൾ വിജയലക്ഷ്മി, രണ്ടാം ഹർജിക്കാരനായ മേലേക്കുന്നത്ത് അനന്തൻ പിള്ളയുടെ മകൻ ഹരികൃഷ്ണൻ ആചാരപ്രകാരം വിവാഹം കഴിച്ചിട്ടുള്ളതും തുടർന്ന് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കഴിഞ്ഞു വന്നിട്ടുള്ളതുമാണ്. രണ്ടാം ഹർജിക്കാരൻ തനിക്കുണ്ടായിരുന്ന സദാചാര വിരുദ്ധമായ അവിഹിത ബന്ധവും ആയതിലുണ്ടായ കുട്ടിയുടെ വിവരവും ഏകപക്ഷീയമായി മറച്ചുവെക്കുകയും അത് വെളിച്ചത്തായതിനെ തുടർന്ന് ഹർജിക്കാരുടെ ജീവിതത്തിൽ സ്വരച്ചേർച്ച ഇല്ലാതെ വന്നിട്ടുള്ളതുമാണ്. ബന്ധം തുടരുന്നത് ശോഭനമല്ലെന്ന് ഇരുവർക്കും ബോധ്യമായിരിക്കുന്നു. രണ്ടുപേരുടെയും പൂർണ്ണ സമ്മതപ്രകാരമാണ് ഇത് ബോധിപ്പിക്കുന്നത്. ഈ ഹർജി നിങ്ങൾ ഒപ്പിട്ട് ഹാജരാക്കിയതാണോ? അതെ. ഹർജിയിലെ വേർപിരിയാനുള്ള കാരണങ്ങൾ ഇപ്പോഴും നിലവിലുണ്ടോ? തുടർന്ന് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. പൊൻതുടിയിൽ താളം പോയി പാടുമ്പോഴും നെഞ്ചിലെ വിമുഖരാഗവുമായി ഓളങ്ങൾ അകന്നേ പോകുമ്പോൾ നീ എന്നെ മറന്നേ പോകുമ്പോൾ ഒരു സാഗരം പോലെ ഞാൻ കരകളിൽ അലമുറയോടെ തേടി വന്നു. കാലമൊരു ദീപം കൈവിടിഞ്ഞോ, മോഹമലരെല്ലാം വീണടിഞ്ഞോ. ഹരി, ഹരി, നീ വാലം തുറന്നേ. ഇന്നലെ രാത്രി ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചെന്നോ? നീ കേട്ട ഭാവം പോലും കാണിച്ചില്ല. വാല് തുറക്ക്. നമുക്കിനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എനിക്ക് സംസാരിക്കാനുണ്ട്. വിജി എന്നെ വിട്ടുപോയില്ലേ? ഇനി ആരെപ്പറ്റി എന്തിനെ പറ്റി സംസാരിക്കാൻ? തെറ്റ് ചെയ്തവൻ എന്തായാലും ശിക്ഷ അനുഭവിക്കണം. ഹരി, നീ വന്നേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വേണ്ട, നീ എന്നെ വെറുക്കാത്തത് നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട്. എന്റെ കുഞ്ഞ് എവിടെയോ അനാഥനായിട്ട് വളരുകയാണ്. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം, അല്ലെങ്കിൽ മരിക്കണം. ഹരി, നീ ഭ്രാന്ത് പറയാതെ വന്ന് വാല് തുറന്നേ. രവി, പോയിക്കോ.
എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. സാർ, എന്റെ പേര് പുരുഷു. ഞാനൊരു സാധാ പോലീസാണ്. സാറിന്റെ കാലഘട്ടത്തിൽ ലോ കോളേജിൽ ഉണ്ടായിരുന്ന മിക്ക വക്കീലന്മാരുടെയും വീടുകൾ ഞാൻ കയറി ഇറങ്ങി കഴിഞ്ഞു. ആകെ ഒരു വഴിയായിരിക്കാണ്. എനിക്കൊരു വിവരം അറിയാനുണ്ടായിരുന്നു സാർ. എന്ത്? കോളേജിലുണ്ടായിരുന്ന ഒരു ഹരികൃഷ്ണനെ സാറ് മറന്നിരിക്കാനിടയില്ല. ഏത് ഹരികൃഷ്ണൻ? എന്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന ആളാണോ? ഇടയ്ക്ക് വെച്ച്? അതെ സാർ, പഠിത്തം നിർത്തി സ്ഥലം വിട്ട അതേ ഹരികൃഷ്ണൻ തന്നെ. അയാളിപ്പോ എവിടെയുണ്ട്? അയാള് മരിച്ചു സാർ. എന്ന്? മാനസികമായി മരിച്ചു സാർ. ഭൗതിക ശരീരം ജീവച്ഛവമായി ഇപ്പോഴും എവിടെയോ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. തങ്കമണി എന്നൊരു പെണ്ണിനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് അവൻ ഹോസ്റ്റലിൽ നിന്ന് പണ്ട് ഒളിച്ചോടിപ്പോയത്. ആ പെണ്ണിനെ പറ്റി എന്തെങ്കിലും വിവരം സാറിന് അറിയാമെങ്കിൽ പറഞ്ഞു തരണം. അവളുടെ വീട് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ബാക്കി കാര്യങ്ങൾ ഞാനായിക്കോളാം. വല്ലതും അറിയാമോ സാർ? എന്താ പ്രശ്നം? അപ്പോ സാറിന് അറിയാമല്ലേ? വരൂ, ചോദിക്കട്ടെ. ഹരികൃഷ്ണൻ വേറെ വിവാഹം കഴിച്ചു. 5 കൊല്ലം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവന്റെ ഭാര്യ ഈ പഴയ സംഭവങ്ങളെല്ലാം എങ്ങനെയോ അറിയാനിടയായി. ഞാൻ പറഞ്ഞൊന്നുമല്ല. ഇരിക്കും. എന്നിട്ടെന്താ, അവര് ഡൈവേഴ്സായി. ഡൈവോഴ്സായോ? ആയി സാർ. എനിക്ക് ആ തങ്കമണിയെ ഒന്ന് കാണണം. ഒരു കുഞ്ഞുണ്ടത്രേ. പണം എത്ര വേണമെങ്കിലും അവൾക്ക് കൊടുക്കാം. ഈ കാര്യവും പറഞ്ഞ് അവൾ ഹരികൃഷ്ണനെ അന്വേഷിച്ച് വരില്ല എന്ന് ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി. ഇത്രയൊക്കെ സംഭവിച്ചോ? ഉവ്വ സാർ. നല്ല കിളി പോലൊരു കുട്ടിയായിരുന്നു അവന്റെ ഭാര്യ. ആ കുട്ടിയുടെ സങ്കടം കാണാൻ വയ്യ. ഹരികൃഷ്ണൻ ആകെ തകർന്ന് തരിപ്പണമായിരിക്കുക. എന്താ പറഞ്ഞേ? പുരുഷോത്തമൻ. മിസ്റ്റർ പുരുഷോത്തമൻ, നിങ്ങൾ ദേഷ്യപ്പെടില്ല എന്ന് ഉറപ്പ് തരാമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. എന്താണ് സാർ? തമാശ ഏതാണ്, കാര്യം ഏതാണെന്ന് അറിയാത്ത വിവേചന ബുദ്ധിയില്ലാത്തൊരു കാലമുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും. ലോ കോളേജ് വെച്ച് എനിക്ക് ഏറ്റവും പക തോന്നിയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഈ ഹരികൃഷ്ണൻ. എന്നെ അയാൾ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എന്റെ കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവർ രഹസ്യമായി ഹരികൃഷ്ണനെതിരെ സംഘടിച്ചു. അയാളെ ഞങ്ങളൊരു ദിവസം സോപ്പിട്ട് വശത്താക്കി കുടിപ്പിച്ചു. 3-4 കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ മദ്യത്തിൽ മയക്കുമരുന്ന് ചേർന്നു. ചേട്ടാ, ഇതൂടെ കഴിച്ചോ? മതി ചേട്ടാ. നിങ്ങൾ എന്നെ വേണ്ടത്ര സൽക്കരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളെ ആരെയും ഒരിക്കലും ഞാൻ റേഗിയല്ല. ഞങ്ങളെ നിരന്തരം റാഗ് ചെയ്തോണ്ടിരുന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു ഈ ചേട്ടൻ വെറും ഒരു ദുഷ്ടനെന്നാ. ഇപ്പൊ ഈ കുടിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ എന്തൊരു പാവാ. ഞാൻ ഇതാ വരുന്ന, ഒരു മിനിറ്റ്. അവനെ ഞങ്ങളിപ്പോ റൂമിലേക്ക് വിടും. അവൻ കയറിയതും നീ കൂടെ തന്നെ ഓടി കയറിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ വേണ്ട പോലെ മോൾ അഭിനയിച്ച് പഠിപ്പിച്ചോ. ആ യൂസ്ലെസ്സിന് ഒരു പാഠം പഠിപ്പിക്കണം. ചേട്ടാ, ഇനി ഒഴുകി ചേട്ടൻ ഞങ്ങളോട് പിണങ്ങരുത്. ചേട്ടാ ഇപ്പൊ തന്നെ ഓവറാ. ചേട്ടൻ മുറിയിലോട്ട് പോ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എത്ര വേണമെങ്കിലും ഇനിയും കുടിക്കും. സാറേ, നല്ല ആളുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടു. എന്നെ ഒന്ന് തൊട്ടു, അയാൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഇനി 1 മാസത്തേക്ക് എഴുന്നേക്കില്ല. ഈ വയ്യാവേലിക്കൊന്നും ഞാനില്ല. എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. അതല്ലടി, വേറെ കാര്യമുണ്ട്. വാ. സാർ, ഹരികൃഷ്ണൻ ഏതൊരു തല്ലിപ്പള്ളി പെണ്ണിനെ റൂമിൽ കെട്ടിയിരിക്കുകയാണ്.